പ്രൊഫസർ നടേശൻ, അതായത് മലപ്പുറത്തിന്റെ ഒരു പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന, വെള്ളാപ്പള്ളി നടേശൻ അത്ര കണ്ട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ചില വസ്തുതകളുണ്ട്. മറ്റ് ഇതര മതസ്ഥർക്ക് അവരുടെ ജീവിത രീതിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കൾച്ചറൽ അധിനിവേശത്തിന് പോലും വലിയ ശ്രമം അവിടെ നടക്കുകയാണ്. അതായത് ക്ഷേത്ര കോമ്പൗണ്ടുകളിൽ നോമ്പുതുറ സംഘടിപ്പിക്കുക, അതുപോലെ ക്ഷേത്രങ്ങളിൽ ദഫ്മുട്ടിന് സ്വീകരണം നൽകുക, ഇസ്ലാമിക് കൾച്ചറിൽ ഇങ്ങനെ അവരുടെ ഒരു ജീവിത രീതി, ഇസ്ലാമിക് കൾച്ചറിൻ്റെ ഒരു ജീവിത രീതി മറ്റ് മതസ്ഥരിലേക്ക് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം വല്ലാതെ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ഈ റംസാൻ കാലത്തൊക്കെ അവിടുത്തെ ഹോട്ടലുകൾ അടച്ചിടുന്ന ഒരു രീതി, അതുപോലെ മണിക്കൂറുകളോളം പബ്ലിക് ട്രാൻസ്പോർട്ട് പോലും നിർത്തിവെക്കുന്ന ഒരു സ്ഥിതി. ഇതൊക്കെ ആരും തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ മലപ്പുറത്ത് നടക്കുന്നത് ഇതാണ്. ഈ പറയുന്നത് പോലെ ഒരു മതത്തിൻ്റെ മേധാവിത്വം ഇതരം മതസ്ഥർക്ക് മേൽ ഇങ്ങനെ ബോധപൂർവം അടിച്ചേൽപ്പിക്കാൻ ചില ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെ നിന്നും ചില വാർത്തകളൊക്കെ ആ രീതിയിലാണ് വന്നത്. ഇങ്ങനെ കൾച്ചറലി ഇങ്ങനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ ഒരു പ്രതിരോധം ഒരു സമുദായ നേതാവിൽ നിന്നും ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ ശ്രീ നടേശൻ? അല്ല, ഇത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എല്ലാ അഭിപ്രായവും നമ്മൾ ശരിയാണെന്നോ അല്ലെങ്കിൽ അതോ ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതിന് ഉദാഹരണമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ, ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അവിടെ നോമ്പ് കാലത്ത് മറ്റൊരു പരിപാടി പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് പല സ്ഥലത്തും. വേണേ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഇത് മാത്രമല്ല, എറണാകുളം ജില്ലയിലും തൃശൂർ ജില്ലയിലും മലപ്പുറം ഭാഗങ്ങളിൽ നിന്നും ഭയന്ന് ഉള്ള കാശിന് വിറ്റ് സ്വന്തം വീട് വിറ്റ് താമസിച്ച ആളുകളുടെ ലിസ്റ്റ് ഞാൻ തരാം. ആർക്കെങ്കിലും ഇവരുടെ ഈ സങ്കടം ഒന്ന് കേൾക്കാനോ ഇതിന് പരിഹരിക്കാനോ തയ്യാറാണ് എങ്കിൽ, അതായത് നമ്മുടെ കേരളം വളരെ മതസൗഹാർദ്ദമാണ്, ഇവരെല്ലാവരും എല്ലാം സ്വീകരിക്കാനൊക്കെ ആണ് എങ്കിൽ, കൃത്യമായിട്ട് അവിടെ നിന്ന് ഭയപ്പെടുത്തി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി എന്ന രീതിയിൽ അവരെ പ്രവർത്തിപ്പിച്ച് എറണാകുളത്ത് താമസിക്കുന്ന, തൃശ്ശൂർ താമസിക്കുന്ന നിരവധി ആളുകളെ എനിക്കറിയാം. ആരെങ്കിലും ഉത്തരവാദിത്തമുള്ളവരാണല്ലോ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. അപ്പോ ഇത് നടക്കുന്നു, ഇത് വസ്തുതയാണ്. ഈ വസ്തുതയെ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് മലപ്പുറത്ത് മാത്രമുള്ള വിഷയമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് രാജ്യത്ത് ആകമാനം നടക്കുന്ന സംഭവമാണ്. പശ്ചിമ ബംഗാളില് നേരിൽ കണ്ടതാണിത്. അതായത് ആ ഭാഗത്തു കൂടി ഒരു ക്ഷേത്രം പോയിട്ട് ക്ഷേത്രത്തിന്റെ ഒരാചാരങ്ങളും അനുവദിക്കില്ല. അത് സംഘടിതമാണ്. എന്തിനേറെ പറയുന്നു, വലിയ വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് എന്ന് കരുതുന്ന അബ്ദുള്ള നടത്തിയ പരാമർശം നമ്മൾ കണ്ടതാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന, അല്ലെ, നമ്മുടെ എല്ലാവരുടെയും സ്വന്തമാണ്, അത് മുസ്ലിമായിട്ട് അങ്ങനെ മാറ്റിവെക്കാൻ പാടില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന നമ്മൾ സ്നേഹിക്കുന്ന വലിയ മഹാനടനെ അസുഖം വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടായി. അദ്ദേഹത്തിന്റെ സുഹൃത്തായ മോഹൻലാൽ സ്വാഭാവികമായി അദ്ദേഹം നമ്മളെ പോലെ പ്രാർത്ഥിച്ചു. അതിനെ തൗബ ചെയ്യണം എന്ന് പറഞ്ഞ്, ഞങ്ങളുടെ മതത്തിന്റെ രീതി അങ്ങനെയാണ് എന്ന് പറഞ്ഞത് ചെറിയ ആളല്ല, പഠിക്കാത്ത ആളല്ല, ബുദ്ധിയില്ലാത്ത ആളല്ല, അബ്ദുള്ളയാണ്. അദ്ദേഹമാണ് ഇത് പറഞ്ഞിരുന്നിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഇതെല്ലാം കാണിക്കുന്നത് ഞങ്ങൾക്ക് ചില നിയമമുണ്ട്, ഈ നാട്ടിലെ നിയമമോ ഇവിടുത്തെ സൗഹൃദത്തെയോ ഞങ്ങൾ 5 പൈസയുടെ വില കൽപ്പിക്കില്ല എന്നതിന്റെ തെളിവല്ലേ? ഇതിനെല്ലാ മുസ്ലിങ്ങളും ഉത്തരവാദിയാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവരാണ് ഈ ഇത്തരത്തിൽ കാര്യങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നത്. ചേകന്നൂർ മൗലവിയുടെ നാടാണ് ഈ പറഞ്ഞ സാധനം. ഇതൊന്നും ആർക്കും ഒരു ദിവസം കൊണ്ട് തേച്ചു മാച്ച് കളയാൻ പറ്റില്ല. എന്റെ സുഹൃത്ത് മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു മഹാത്മാവുണ്ട്. അദ്ദേഹം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാന്റെ അകംപൊരുള് ആത്മീയതയാണ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ എത്രയെത്ര ഭീഷണികളാണ് ഞാൻ ഇരിക്കെ ചെയ്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പോലും ഉണ്ടായിട്ടുണ്ട്. എന്താ കാര്യം? അത് ആത്മീയതയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനുള്ള കോളുകൾ വന്നത് ഈ ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പോ ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇങ്ങനെ മതത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുകയും സ്വന്തം കിടപ്പാടം വിറ്റ് പോകേണ്ടി വരികയും
സ്വന്തം ബിസിനസ് സ്ഥാപനങ്ങൾ പൂട്ടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് മലപ്പുറം മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ സ്ഥലത്തുമുണ്ട്. അത് UP-യിലെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 100 ഹിന്ദുക്കൾക്കിടയിൽ 10 മുസ്ലിംസ് അവര് സുരക്ഷിതരായിരിക്കും. നേരെ തിരിച്ചാണെങ്കിൽ കാര്യങ്ങളെല്ലാം മാറിമറിയും എന്ന് പറഞ്ഞത്. ഈ തരത്തിൽ ആളുകളെ മാറ്റിയെടുക്കുന്നു. ആരാണ് മാറ്റിയെടുക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. ഇതാണ് വസ്തുതകൾ എന്ന് പറയുന്നത്. വസ്തുതകൾ പേപ്പറിലുള്ളതല്ല, വസ്തുതകൾ കണക്കുകളിലുള്ളതല്ല, വസ്തുതകൾ ജീവിതമാണ്. ആ ജീവിതം അനുഭവിച്ച ആളുകൾ പറഞ്ഞ കഥകളാണ്, കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇന്നും വിവേചനം അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മുഴുവനും ആകെ ദുരിതത്തിലാണ്, എല്ലാവരും വെട്ടിക്കൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും പ്രചരിപ്പിക്കുകയല്ലേ. ഇന്ത്യൻ പാർലമെന്റിലും BBC-യിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും അടക്കം ചെന്ന് ഇവിടുത്തെ വലിയ ആശാന്മാര് പറയണ എന്താണ്, ഇവിടുത്തെ മുസ്ലിങ്ങളെ എല്ലാവരും വെട്ടിക്കൊല്ലുകയാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറയുന്നത് ആരാ? ഇതേ കക്ഷികൾ തന്നെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് പ്രത്യേക രാജ്യമാണ് എന്ന് വരുത്തി തീർക്കുകയും അതിനുള്ള എല്ലാ എക്കോസിസ്റ്റം ഉണ്ടാക്കുകയും അതിന്റെ നരേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഈ കൂട്ടരാണ്. ഇത് വാസ്തവമാണ്. അതിന് കുടപിടിക്കുന്നത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ആണ് എന്നതാണ് കേരളത്തിന്റെ നഗ്നമായ യാഥാർത്ഥ്യം. അങ്ങ് പറഞ്ഞതിൻ്റെ ഒരു ബാക്കി കൂടി ഞാനൊന്ന് പരാമർശിച്ചു പോവുകയാണ്. ഈ മലബാറിലെ മാപ്പിള ലഹള കഴിഞ്ഞയുടനെ രവീന്ദ്രനാഥ ടാഗോർ അവിടെ സന്ദർശിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു സെന്റൻസ് ഉണ്ട്. യോഗി പറഞ്ഞതിന് സമാനമാണത്. 10 ലക്ഷം മുഹമ്മദിയരെ 40 ലക്ഷം ഹിന്ദുക്കൾ ഭയപ്പെട്ടിരുന്ന ആ കാഴ്ച അന്ന് ഞാൻ അവിടെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് മറ്റാരുമല്ല രവീന്ദ്രനാഥ ടാഗോറാണ് പറഞ്ഞത്. ഖിലാഫത്ത് രാജ് വന്നാൽ എങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത് നേരിൽ കണ്ട മഹാനുഭാവരുടെ വാക്കുകളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്.